ഗുഡ് മോർണിംഗ്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൺസ് റൂളാണ്. ഹൺസ് റൂൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അറിയുന്ന കാര്യമാണ് അല്ലേ. ഹൺസ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇലക്ട്രോൺസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയും, ഒരു ഷെല്ലിൽ, അതായത് നമ്മൾ ഗിവൺ ആറ്റത്തിൻ്റെ ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഓർബിറ്റൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എന്താണ്, അതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിന് താഴെ പറയുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ, റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഹൺസ് റൂൾ അല്ലേ. അതേപോലെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റേറ്റിൽ അല്ലേ പെയറായിട്ട് 2 ഇലക്ട്രോൺസ് ആയിട്ട് നിൽക്കും, ഓരോ സ്റ്റേറ്റിലും 2 ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കും ഉണ്ടാവുക, ഫുൾ ഫിൽഡ് ആണെങ്കിൽ 2 ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഒരു എനർജി ലെവലിൽ അതായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മാക്സിമം വാല്യൂ ഓഫ് ടോട്ടൽ സ്പിൻ എസ് അലോഡ് ബൈ ദ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അലോ ചെയ്യുന്നത് എത്രയാണോ നമുക്കറിയാം അല്ലേ, വോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൽ എത്രയാണോ അലോ ചെയ്യുന്ന സ്പിന്ന്, അതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത്. അലോ ചെയ്യുന്ന അത്രയും വാല്യൂ മാത്രമേ മാക്സിമം വാല്യൂ ആയിട്ട് വരുള്ളൂ. അതേപോലെ രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എൽ എന്ന് പറയുന്നത്, നമ്മൾ ഈ എസ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലിൻ്റെ വാല്യൂ പറയാലോ. എസ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലിൻ്റെ വാല്യൂ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതായത് എല്ലിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എൽ കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് വാല്യൂ ഓഫ് എസ്. അപ്പോൾ ഈ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കൊണ്ട് അലോ ചെയ്യുന്ന എസ് വാല്യൂ ഉണ്ട്, അതാണ് ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത്. അതിന് ആ ഒരു ഇതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൽ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വാണ്ടം നമ്പറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ജെ എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ്, ഈ എൽ മൈനസ് എസ് അല്ലെങ്കിൽ എൽ പ്ലസ് എസ് ആയിരിക്കും. എൽ മൈനസ് എസ് ആണെങ്കിൽ എന്താണ്, ഹാഫ് ഫുള്ളിനേക്കാളും കുറവായിരിക്കും എന്നുള്ളത്. ഷെൽ ഈസ് ലെസ് ദാൻ ഹാഫ് ഫുള്ളാണ്. എൽ പ്ലസ് എസ് ആണെങ്കിൽ ഷെൽ ഈസ് മോർ ദാൻ ഹാഫ് ഫുള്ളാണ്. അപ്പോൾ ഹാഫ് ഫിൽഡിൽ കൂടുതലും കുറവെന്നുള്ളത്, അതാണ് എൽ മൈനസ് എസും എൽ പ്ലസ് എസും പറയുന്നത്. അപ്പോൾ നമ്മളെ ഷെല്ല് ഹാഫ് ഫുള്ളാണെങ്കിൽ എന്താണ്, നമ്മളെ ഈ ഒരു റൂൾ പ്രകാരം നമുക്ക് എന്ത് പറയാം, എൽ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ ജെ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എസ് ആയിരിക്കും എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൺസ് റൂളിൽ പറയാനുള്ളത്. അത് ഹൺസ് റൂൾ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഷെല്ലിൽ ആറ്റത്തിൻ്റെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എങ്ങനെ ഒക്കുപ്പൈ ചെയ്യുന്നുള്ളത് ഹൺസ് റൂൾ വെച്ച് പറയുമ്പോൾ, ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്നത് ഈ ഹൺസ് റൂൾ വെച്ചിട്ട്. അപ്പോൾ ഇത് മൂന്നും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്പിൻ എന്തായിരിക്കും, എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എത്രത്തോളം സ്പിൻ അലോ ചെയ്യുന്നുണ്ട്, സ്പിന്നിൻ്റെ വാല്യൂ മാക്സിമം എത്ര അലോ ചെയ്യുന്നു ആ വാല്യൂ ആയിരിക്കും സ്പിൻ ഉണ്ടാവുക. പിന്നെ അതുപോലെ ടോട്ടൽ മാക്സിമം വാല്യൂ ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ആ ഒരു എസ് വാല്യൂവിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ജെ എന്ന് പറയുന്നത് ഒന്നുകിൽ എൽ മൈനസ് എസ് അല്ലെങ്കിൽ എൽ പ്ലസ് എസ് ആയിരിക്കും. എൽ മൈനസ് എസ് ആണെങ്കിൽ ഷെല്ല് ഹാഫ് ഫുള്ളിനേക്കാളും കുറവാണ്. എൽ പ്ലസ് എസ് ആണെങ്കിൽ ഷെല്ല് ഹാഫ് ഫുള്ളിനേക്കാളും കൂടുതലാണ്. പിന്നെ ഹാഫ് ഫുള്ളിലാണെങ്കിൽ എൽ 0-ഉം ജെ എസ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പാരാമാഗ്നറ്റിസത്തിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് പാരാമാഗ്നറ്റിസം ആണ് നോക്കാനുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ തിയറി ആണെങ്കിൽ നമുക്കെന്ത് പറയാം, ഏത് രീതിയിലാണ് നമ്മളിതിനെ നോക്കിക്കാണാം, അതായത് ഇത് എന്താണ്, അതായത് ഒരു ഫീൽഡിൽ
അത് ഇലക്ട്രിക്കൽ ഓർബിറ്റ് ആയിട്ട്, അതായത് ക്ലാസിക്കൽ തിയറിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്താ, നമുക്ക് ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഓർബിറ്റിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ പറയാം ക്ലാസിക്കൽ തിയറി ആണെങ്കിൽ. പക്ഷേ ഇതെന്തല്ല, നമുക്ക് മാഗ്നറ്റിക് ഫിനോമിനനെ കുറിച്ചിട്ട് അതായത് ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുന്നതിനുണ്ടാവുന്ന മാഗ്നറ്റിക് ഫിനോമിനനെ എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ക്ലാസിക്കൽ തിയറി വെച്ച് നമ്മൾ ഒരു ഇലക്ട്രിക് ഓർബിറ്റ് പോലെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടം തിയറിയിലേക്ക് മാറുന്നു. ഓക്കെ, എന്താ കാര്യം, ക്ലാസിക്കൽ തിയറിയിൽ പറയുവാണെങ്കിൽ ഇലക്ട്രിക് ഓർബിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്റ്റീവ് ഫീൽഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക. പക്ഷേ ഇതെന്തല്ല, ഇത് നമ്മളെ മാഗ്നറ്റിക് ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്യാപ്പബിൾ അല്ല. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വാണ്ടം തിയറി വെച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ക്വാണ്ടം തിയറിയിൽ പറയുവാണെങ്കിൽ, ഇൻ ക്വാണ്ടം തിയറി ഓൺലി സർട്ടൈൻ പെർമിറ്റർ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഓർബിറ്റ് ആർ പോസിബിൾ. പറയുന്ന ഒരു പ്രത്യേക ഓറിയൻറ്റേഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോസിബിൾ ആവുള്ളൂ ക്വാണ്ടം തിയറിയിൽ. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എൻ electron in an atom has one Bohr magnetron of magnetic moment associated with it. അതായത് എന്താ പറയുന്നത്, ക്വാണ്ടം തിയറി വെച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു യൂണിറ്റ് ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിന് ഒരു ഇലക്ട്രോണിന്, ഒരു ആറ്റത്തിലുള്ള ഓരോ ഇലക്ട്രോണിനും എന്താണ്, വൺ ബോർ മാഗ്നറ്റോൺ എത്രയാണോ അത്രയും മാഗ്നറ്റിക് മൊമെൻറ്റ് ഓരോ ഇലക്ട്രോണും അത്രയും മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ഓർബിറ്റൽ. അതന്നെ, അതാണ് സംഭവം. അതായത് ഓരോ ഇലക്ട്രോൺസും ഒരു വൺ ബോർ മാഗ്നറ്റോൺ എന്നുള്ള രീതിയിൽ എന്തുണ്ടാവും, മാഗ്നറ്റിക് മൊമെൻറ്റ് അതുമായിട്ട് ഇലക്ട്രോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം എന്തുണ്ട്, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതിനനുസരിച്ച് എന്താണ്, ഒരു ബോർ മാഗ്നട്രോൺ ഓരോ ഇലക്ട്രോണിനും ഒരു ആറ്റത്തിലുണ്ടാവും എന്നുള്ളത്. ബോർ മാഗ്നട്രോൺ എത്രയാണോ അത്രയും എന്തുണ്ടാവും, മാഗ്നറ്റിക് മൊമെൻറ്റ് ഓരോ ഇലക്ട്രോൺസിനും ഉണ്ട്. അപ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പോലെ മാഗ്നറ്റിക് മൊമെൻറ്റും ഇലക്ട്രോൺസിനുണ്ട്. അപ്പോൾ എന്താണ്, ഈ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ മൊമെൻറ്റത്തിന് ആൻറ്റി പാരലായിട്ട് ഉണ്ടാവാം. അതായത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതേപോലെ ഇലക്ട്രോൺസിന് മാഗ്നറ്റിക് മൊമെൻറ്റ്, ഓരോ ഇലക്ട്രോൺസും വൺ ബോർ മാഗ്നട്രോൺ എന്ന് പറയുന്ന രീതിയിൽ എന്താണ്, മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ബോർ മാഗ്നട്രോണിൻ്റെ വാല്യൂ അറിയാം, μB = EH/4πm ആണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റിന് ആൻറ്റി പാരലായിരിക്കും. പിന്നെ അതുപോലെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം, ഓരോന്നിനും സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട് അല്ലേ, h×2 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഈ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് 1/2 ബോർ മാഗ്നട്രോൺ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ടു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം പോലെ എന്താണ് ഹാഫ്, അതായത് μB h×2 ആണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അതേപോലെ μB/2 ബോർ മാഗ്നട്രോണിൻ്റെ ഹാഫ് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അതാണ് എന്ത് മാഗ്നറ്റിക് മൊമെൻ്റ് എന്നും പറയുന്നത്. ഓക്കെ, μB/2 സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് μB/2 എന്തുണ്ട്, ഹാഫ് ബോർ മാഗ്നട്രോണിൻ്റെ വാല്യൂ വെച്ചിട്ട് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് അതായത് മ്യൂ ബി ആണ്, ബോർ മാഗ്നട്രോൺ ആണ്. അതേപോലെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ്, ഹാഫ് ബോർ മാഗ്നട്രോൺ ആണ്. പിന്നെ ഇവിടെ അതേപോലെ ടോട്ടൽ എഫക്റ്റീവ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് എന്താണ്, ദ വെക്റ്റർ സം ഓഫ് ഓർബിറ്റൽ ആൻഡ് സ്പിൻ കോൺട്രിബ്യൂഷൻസ്. അതായത് നമ്മൾ സാധാരണ പോലെ ആംഗുലാർ മൊമെൻറ്റം ടോട്ടൽ ഉള്ളതിൻ്റെ എന്താണ് നമുക്കറിയാം, വെക്റ്റർ സം ഓഫ് എന്താണ് ഓർബിറ്റൽ ആൻഡ് സ്പിൻ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ജെ ആണ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം. അത് എൽ പ്ലസ് എസ് ആണ്. എൽ എന്താണ്, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പ്ലസ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അത് തമ്മിലുള്ള സമ്മാണ്. അതേപോലെ നമ്മളെ എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മ്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ജി മ്യൂ ബി ജെ ആണ്. അപ്പോൾ മൈനസ് ജി മ്യൂ ബി ജെ ആണ് ടോട്ടൽ മ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ ബോർ മാഗ്നട്രോണിൻ്റെ ടേമിലാണ് പറഞ്ഞത്. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താം, ന്യൂ എച്ച് ക്രോസ് ജെ ആണ്. തമ്മിൽ റിലേറ്റ് ചെയ്യാം രണ്ടിനെ. അപ്പം ന്യൂ എച്ച് ക്രോസ് ജെ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ജി മ്യൂ ബി ജെ ആണ്. അപ്പോൾ എച്ച് ക്രോസ് ജെ എന്ന് പറയുന്നത് എച്ച് ക്രോസ് എൽ പ്ലസ് എച്ച് ക്രോസ് എസ് ആണ്. ഓക്കെ, ഇതിൽ ന്യൂ എന്ന് പറയുന്നത് എന്താണ്, ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ആണ്. അതായത് മാഗ്നറ്റിക് മൊമെൻറ്റും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള റേഷ്യോ ആണെന്ത്, ന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ജി മ്യൂ ബി ഈസ് ഈക്വൽ ടു മൈനസ് ന്യൂ എച്ച് ക്രോസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻറ്റും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മളിവിടെയുള്ള ജി എന്ന് പറയുന്നത് ലാൻഡേജ് ഫാക്ടറാണ്. ലാൻഡേ ഇക്വേഷൻ വെച്ച് ജീനെ നമുക്ക് എന്ത് ചെയ്താം, 1 പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1/2 ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് എഴുതാം. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ്, മ്യൂ ബി എന്ന് പറയുമ്പോൾ പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് ഉണ്ട്, മൈനസ് മ്യൂ ബി ബി അതേപോലെ പ്ലസ് മ്യൂ ബി ബി എന്നുള്ളത്. അത് ആ സ്പ്ലിറ്റിങ്ങിൻ്റെത് കാര്യം എന്താണെന്നുള്ളത് പറയാം. അത് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റിങ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അത് കാര്യം ഞാൻ പറയാം അതിന് ശേഷം. ജസ്റ്റ് ഫിഗർ ഇവിടെ ഉള്ളത് കാണിച്ചതാണ്. അപ്പോൾ ഈ ഫിഗർ ശരിക്കും ഇവിടെ അല്ല വേണ്ടത്, താഴത്താണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റിങ് നടക്കുന്നത് എപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സീമാൻ എഫക്റ്റൊക്കെ. അപ്പോൾ സ്പ്ലിറ്റിങ് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്താണ് മാഗ്നറ്റിക് ഡൈപോളുള്ള ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. അന്നേരമാണ് സ്പ്ലിറ്റിങ് നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോളിന് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി യു എന്ന് പറയുന്നത് മൈനസ് മ്യൂ ബി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് മ്യൂ ബി കോസ് തീറ്റ. അതേപോലെ വി ഈസ് ഈക്വൽ ടു പ്ലസ് ജി മ്യൂ ബി ജെ ബി കോസ് തീറ്റ. അതായത് ജിയിലുള്ള ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. പ്ലസ് ജി മ്യൂ ബി ജെ ബി കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ യു ഈസ് ഈക്വൽ ടു ജി മ്യൂ ബി എം ജെ. എം ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമുതൽ കോണ്ടന്റ് നമ്പറാണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു 0 ആണ്. ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്. അപ്പോൾ എം ജെ എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. പിന്നെ യു ഈസ് ഈക്വൽ ടു 2 മ്യൂ ബി ബി ഇൻറ്റു ഹാഫ്. എം ജെ പ്ലസ് ഹാഫ് ആണെങ്കിൽ മ്യൂ ബി ബി എന്ന് കിട്ടും. പിന്നെ യു ഈസ് ഈക്വൽ ടു എം ജെ മൈനസ് ഹാഫ് ആണെങ്കിൽ മൈനസ് മ്യൂ ബി ബി എന്ന് കിട്ടും. അതായത് ഒരു ലോവർ സ്റ്റേറ്റും ഒരു ഹയർ സ്റ്റേറ്റും കിട്ടും. അതായത് ആ സ്പ്ലിറ്റിങ് 2 ലെവൽ ഡീജനറസി ആയിരുന്നു അല്ലേ, 2 ലെവൽസായിട്ട് മാറുന്നതാണ്. അപ്പം ആ ഒരു ലെവൽ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് 2 ലെവലായിട്ട് മാറുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. തമ്മിലുള്ള ഡിഫറൻസ് മ്യൂ ബി ആണ്. പ്ലസ് ഹാഫ് മ്യൂ ബി ബി മൈനസ് ഹാഫ് മ്യൂ ബി ബി എന്ന് കിട്ടും. അതാണ് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ലോവർ സ്റ്റേറ്റും അതേപോലെ ഒരു അപ്പർ സ്റ്റേറ്റും ഉണ്ടാവും. അപ്പോൾ എന്താണ്
മാഗ്നറ്റിക് മൊമെൻ്റ് എന്ത് ചെയ്യൂ, രണ്ട് സ്റ്റേറ്റിലേക്കും, അതായത് സ്പ്ലിറ്റിങ് നടക്കുന്നതാണ് സംഭവം. ഓക്കെ, അപ്പോൾ N1 ഉം N2 എന്ന് പറയുന്നത് ലോവറിലെയും അപ്പറിലെയും എന്താണ് പോപ്പുലേഷൻ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം നോക്കാം. N ഈസ് ഈക്വൽ ടു എന്താണ്, N1 പ്ലസ് N2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ N1 ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, നമുക്കറിയാം e⁻ ആണ്. അപ്പോൾ ഇക്ക് മൈനസ് മ്യൂ ബി എന്ന് കൊടുക്കുക. അപ്പോൾ മ്യൂ ബി N1 ഈസ് ഈക്വൽ ടു e⁻ എന്ന് എഴുതാം. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ N1 ഈസ് പ്രൊപ്പോർഷണൽ ടു e⁻ N2 ഈസ് പ്രൊപ്പോർഷണൽ ടു e⁻ ഓക്കെ, മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം അഥവാ മാഗ്നറ്റൈസേഷൻ M എന്ന് പറയുന്നത് N1 മ്യൂ മൈനസ് N2 മ്യൂ ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു N1 മൈനസ് N2 ഇൻറ്റു മ്യൂ എന്ന് എഴുതാം. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ, ഒരു സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മ്യൂ ബി ബൈ KTക്ക് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, N ഈസ് ഈക്വൽ ടു അതായത് N1 എന്ന് പറയുന്നത് N0 e⁻ μb ബൈ KT എന്ന് കൊടുക്കുക. N2 ഈസ് ഈക്വൽ ടു N0 e⁻ μb ബൈ KT, അത് N0 e⁻x N0 e⁻x എന്ന് കൊടുക്കുക. അതായത് N1 മൈനസ് N2ന് നമുക്ക് N0 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഓക്കെ, N ഈസ് ഈക്വൽ ടു N0 e⁻x പ്ലസ് e⁻x എന്ന് കിട്ടി. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, അത് N ആണ്. പിന്നെ അതുപോലെ നമ്മൾ ഓരോ N1 ഉം N2 നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്താണ് ലോവർ സ്റ്റേറ്റിലുള്ള ഫ്രാക്ഷണൽ പോപ്പുലേഷൻ നോക്കാം. അപ്പോൾ ഫ്രാക്ഷണൽ പോപ്പുലേഷൻ ഇൻ ലോവർ സ്റ്റേറ്റ്, അതായത് N1 സ്റ്റേറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ N, അതാണ് എന്ത് ഫ്രാക്ഷണൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ N1 ബൈ എന്താ, അന്നേരം എന്താ വരിക, e⁻x ഡിവൈഡഡ് ബൈ e⁻x പ്ലസ് e⁻x എന്ന് വരും. അപ്പോൾ അതേപോലെ ദ ഫ്രാക്ഷണൽ പോപ്പുലേഷൻ ഇൻ അപ്പർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് N2 ബൈ N ആണ്, അതായത് e⁻x ഡിവൈഡ് ബൈ e⁻x പ്ലസ് e⁻x എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ്, ഫ്രാക്ഷണൽ പോപ്പുലേഷനും മ്യൂ ബി ബൈ KTയും തമ്മിലുള്ള പ്ലോട്ടാണ്. N1 ബൈ N ലോവർ സ്റ്റേറ്റും N2 ബൈ N അപ്പർ സ്റ്റേറ്റും, e⁻x എന്ന് പറയുന്നത് അപ്പർ സ്റ്റേറ്റിലാണ് വരിക. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രാഫാണ് ഇവിടെ പ്ലോട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ M ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, നമുക്ക് N മ്യൂ ഇൻറ്റു e⁻x ബൈ e⁻x പ്ലസ് e⁻x മൈനസ് e⁻x ഡിവൈഡ് ബൈ e⁻x പ്ലസ് e⁻x എന്ന് കിട്ടും. അപ്പോൾ N മ്യൂ ഇൻറ്റു e⁻x മൈനസ് e⁻x ഡിവൈഡ് ബൈ e⁻x പ്ലസ് e⁻x എന്ന് കിട്ടും. അപ്പോൾ ഇത് എന്താണ്, tan hx ആണ് അല്ലേ. അപ്പോൾ M മാഗ്നറ്റൈസേഷൻ M ഈസ് ഈക്വൽ ടു N മ്യൂ tan hx എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എക്സ് 1നേക്കാൾ വളരെ കുറവാണെങ്കിൽ മ്യൂ ബി ബൈ KT എന്തായിരിക്കും, 1നേക്കാൾ വളരെ കുറവായിരിക്കും. അപ്പോൾ tan hx ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, എക്സ് എന്ന് എഴുതാം, ഓൾമോസ്റ്റ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മ്യൂ ബി ബൈ KT ആണല്ലേ. അപ്പോൾ എന്ത് കിട്ടി, M ഈസ് ഈക്വൽ ടു N മ്യൂ ഇൻറ്റു മ്യൂ ബി ബൈ KT എന്ന് കിട്ടി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായി, N മ്യൂ സ്ക്വയർ ബി ബൈ KT എന്നായി. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു μ0h ആണെങ്കിൽ M ഈസ് ഈക്വൽ ടു N മ്യൂ സ്ക്വയർ μ0h ബൈ KT ആണ്. അപ്പോൾ സസെപ്റ്റിബിലിറ്റി കൈ എന്ന് പറയുന്നത് M/h ആണ്, N മ്യൂ സ്ക്വയർ μ0 ബൈ KT എന്ന് കിട്ടും. അപ്പോൾ എസ് ഹാഫ് ആണെങ്കിൽ L ഈസ് ഈക്വൽ ടു 0 ആണ്, മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബി ആണ്. അപ്പോൾ കൈ എന്ന് പറയുന്നത് μ0 N മ്യൂ ബി സ്ക്വയർ ബൈ KT എന്ന് കിട്ടും. അപ്പോൾ ഇത് സസെപ്റ്റിബിലിറ്റി ജനറൽ കേസിലുള്ളത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ആറ്റത്തിനെ വെക്കുന്ന സമയത്ത് an atom with angular momentum quantum number J has 2J plus 1 equally spaced energy levels. അപ്പോൾ J ഒരു ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറുള്ള ഒരു ആറ്റത്തിന് നമ്മൾ
ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് 2J+1 ഈക്വലി സ്പേസ്ഡ് എനർജി ലെവൽസ് അതിനുണ്ടാവും. അപ്പോൾ ഇക്വേഷൻ 3 അതായത് നമ്മൾ M = n mu tan hx ഇല്ലേ, അതിൽ നിന്ന് n = n mu tan hx, ഇതാണ് ഇക്വേഷൻ 3 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ M = എന്ത് കൊടുക്കുക, n mu × Bj of x എന്ന് എടുക്കാം. ഇവിടെ Bj of x എന്ന് പറയുന്നത് ബ്രില്യൻ ഫംഗ്ഷൻ എന്ന് പറയാം, നമുക്ക് ബ്രില്യൻ ഫംഗ്ഷൻ എന്ന് പറയാം. Bj of x എന്ത് ചെയ്താം, 2J+1/2J cot 2J+1x/2J മൈനസ് 1/2J × cot h × 1/2Jx എന്നുള്ളത്. അപ്പോൾ ഈ 5 എന്ത് ചെയ്യാം, 5 നമുക്ക് ഒന്ന് ഇക്വേഷൻ നമ്പർ 5 ഇക്വേഷൻ നമ്പർ 3 ആക്കി റെഡ്യൂസ് ചെയ്യാം. അതായത് എക്സ് 1നേക്കാൾ വളരെ കുറവാണെങ്കിൽ കോട്ടെക്സ് എന്ത് ചെയ്താൽ 1/x + z/3 - z³ അങ്ങനെ പോവും. അപ്പോൾ 5 എന്താവും, Bj of x = 2J+1/2J × 2J+1x + 2J+1x × 3 × 2J - 1/2J × 2J/x + x/3x2J ഇങ്ങനെ പോകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അവിടെ കുറച്ച് കാര്യം അതൊക്കെ കട്ടായി പോകും അല്ലേ. ആകെ എന്തായിരിക്കും, 1/x + 2J+1 whole square 12J x / 12J² - 1/x × x/12J² എന്നാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ 1/x - 1/x അത് ക്യാൻസലായി പോകും അല്ലേ, അത് 0 ആവും അല്ലേ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ളത് 2J+1 whole square x - x / 12J² എന്നാണ്. അതിനെ നമുക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 4J², അതായത് സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക, 4J² + 4J+1 - 1 × x / 12J² എന്ന് കിട്ടും. 4J × J+1x / 12J² എന്ന് കിട്ടും. അപ്പോൾ 4 എന്ത് ചെയ്യും, 3 ആയി മാറും അവിടെ. അപ്പോൾ Bj of x = J+1x / 3J എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, M = n mu J+1/3J mu B/KT എന്ന് കിട്ടും. അപ്പോൾ n mu² J+1 B/3J KT എന്നുള്ള അത് എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ അതായത് mu² ആയി മാറുന്നത്. അപ്പോൾ Ng², അതായത് നമുക്കറിയാം അല്ലേ, മ്യൂയുടെ ഇക്വേഷൻ നമുക്കറിയാം, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ Ng² mu B² J² × J+1 B / 3J KT എന്ന് കിട്ടും. അപ്പോൾ ജെയും J² ഒരു ജെയും കട്ടായി പോവും. അപ്പോൾ Ng² J × J+1 mu B² B/3 KT എന്ന് കിട്ടും. ഇതിൽ നമുക്ക് G² J × J+1 P² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P എന്ന് പറയുന്നത് വരും G × J × J+1 all⁻² എന്ന് കിട്ടും. അപ്പോൾ P എന്ന് പറയുന്നത് എന്താണ്, എഫക്റ്റീവ് നമ്പർ ഓഫ് ബോർ മാഗ്നറ്റോൺ ആണ്. ബോർ മാഗ്നറ്റോണിൻ്റെ എഫക്റ്റീവ് നമ്പർ ശരിക്കും അതിൻ്റെ എന്താണ്, മ്യൂബിയുടെ എന്താണ് ഇത് വരുന്നത്, P വരുന്നത് കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് എഫക്റ്റീവ് നമ്പർ ഓഫ് ബോർ മാഗ്നറ്റോൺ ആണ്. അപ്പോൾ M = NBP² mu B² / 3KT എന്ന് കിട്ടും. Pനെ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ NP² mu B² mu 0h/3 KT എന്നുള്ള ഇക്വേഷനായിട്ട് മാറും. അതായത് ബിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്. അപ്പോൾ chi = m/h ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ m/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, mu0 m ഇവിടെ കൊടുക്കുക / h ചെയ്യുക. അപ്പോൾ ഒരു h ക്യാൻസൽ ആയി പോലെ ഇവിടെ h ഉണ്ടല്ലോ, അപ്പോൾ h ഒഴിവാക്കിയിട്ടുള്ളത് എഴുതിയാൽ മതി അല്ലേ.
അപ്പോൾ μ0 n p² ഡിവൈഡഡ് ബൈ 3kT എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? c/t ആണ്. ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ t ആണ് കിട്ടുക. അപ്പോൾ കൈ എന്ന് പറയുന്നത് c/t ആണ്. c എന്താണ്? μ0 np² ബൈ 3k ആണ്. ഇവിടെ c എന്ന് പറയുന്നത് എന്താണ്? ക്യൂരീസ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതേപോലെ എന്താണ്? ഇക്വേഷൻ 4 എന്ന് പറയുന്നത് ക്യൂരി എന്താണ്? ക്യൂരി ബ്രില്യൻസ് ലോ എന്നറിയപ്പെടുന്നത്. അതേപോലെ ഇക്വേഷൻ 6 എന്ന് പറയുന്നത് ക്യൂരീസ് ലോ എന്ന് അറിയപ്പെടും. ഇക്വേഷൻ 4 ഏതാ? 4 ഇക്വേഷൻ നമ്മളെ ഇക്വേഷൻ 4 എന്ന് പറയുന്നത് കൈയിൻ്റെ μ0 m ഈസ് ഈക്വൽ ടു അത് കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻ അല്ലേ? ഇക്വേഷൻ 4 എന്ന് പറയുന്നത് ഇതാണ്, ഇതിന് മുമ്പുള്ള ആ എമ്മിൻ്റെ m/hൻ്റെ സസെപ്റ്റബിലിറ്റീൻ്റെ ഇക്വേഷൻ ഇല്ലേ? n μ² μ0/kT എന്ന് പറയുന്നത് അത് ക്യൂരീസ് ലോ എന്ന് അറിയപ്പെടും. അത് ക്യൂരി ബ്രില്യൻസ് ലോ എന്നറിയപ്പെടും. അതേപോലെ ഇക്വേഷൻ 6 എന്താണ്? ക്യൂരീസ് ലോ എന്ന് അറിയപ്പെടും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ.